നമസ്കാരം. ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. റെഡ് സോസ് പാസ്ത ഉണ്ടാക്കാൻ പോവാണ് എൻ്റേതായ രീതിയിൽ. അതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടല്ലോ. പാല്, മക്രോണി, ഒറിഗാനോ, ബട്ടർ, മൈദാമാവ്, സവാള, മറ്റേ ചില്ലി ഫ്ലേക്സ്, മറ്റേ ടൊമാറ്റോ ആൻഡ് വെളുത്തുള്ളി. ഇതൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഫസ്റ്റ് നമ്മൾ തീ കത്തിക്കുക. അതെല്ലാവർക്കും അറിയാമല്ലോ. വെള്ളം തിളപ്പിക്കാൻ വെക്കുക. തിളപ്പിച്ചിട്ട് നമ്മൾ എന്തൊഴിക്കണം? കുറച്ച് ഓയിൽ, വെളിച്ചെണ്ണ അല്ല കേട്ടോ, അല്ലാത്ത ഏതെങ്കിലും ഓയിലും ഉപ്പും കൂടി ഇടുക. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യത്തിനുള്ള, ഞാൻ 2 കപ്പ് പാസ്തയുടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 2 കപ്പ് പാസ്ത ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പാസ്ത ഇടുക. അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാൻ വെക്കുക. ഈ പാസ്തയുടെ വേവെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കവറിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാകും, പാക്കറ്റിൻ്റെ പുറത്ത്, ഇതിന് ഓരോന്നിനും എത്ര വേവ് ഉണ്ട്, എത്ര മിനിറ്റ് ഉണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ എടുത്ത് നോക്കുക, അളിഞ്ഞു പോകരുത്. അപ്പോൾ അത് പരസ്പരം ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ ഒഴിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ വീറ്റിൻ്റെ പാസ്തയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഞാനത് ഒരു അരിപ്പ വഴി അതിങ്ങനെ വെള്ളം വാർത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം വാലാൻ വെക്കുക. വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പരസ്പരം ഒട്ടാതിരിക്കും. ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് ഒട്ടിയിട്ടുമില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ചീനിച്ചട്ടി വെച്ചിട്ട്, നിങ്ങൾ വേണമെങ്കിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ വെക്കൂ. എനിക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള പാത്രങ്ങളില്ലാത്തത് കൊണ്ട് ഞാൻ നോർമൽ ഒരു ചീനിച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ബട്ടർ ഇട്ടു. അതുപോലെ തന്നെ ഒരു ഓയിലിട്ട്, ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കില്ല കേട്ടോ. ഇതൊക്കെ ഇറ്റാലിയൻ ഡിഷസ് ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഒന്നും കയറി ഒഴിക്കരുത്, അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. രണ്ടും കൂടെ മിക്സാക്കിയിട്ട് നമ്മളൊന്ന് അതൊന്ന് ബട്ടർ ഒന്ന് പൂർണ്ണമായിട്ടും ശരിയാവത്തക്ക രീതിയിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്താ ഇടുന്നത്? മെയിനായിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ഗാർലിക്ക്. ഈ ഗാർലിക്കാണ് ഇതിനകത്ത് മെയിൻ സാധനം എന്ന് തന്നെ പറയണം കേട്ടോ. ഗാർലിക് ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ നോക്കണ്ട. ഗാർലിക് ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നു? സവാള നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ വെജിറ്റബിൾസ് ഒന്നും അധികം ഇല്ലാത്ത റെഡ് സോസ് പാസ്തയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിള്ളേർക്ക് അധികം വെജിറ്റബിൾസ് ഇടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. സവാളയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. കുഞ്ഞായിട്ട് അരിയണം കേട്ടോ. നന്നായിട്ട് സോട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്തൊക്കെ ഇടാൻ പോണേന്ന് ഇപ്പോൾ കാട്ടിത്തരാം. ആദ്യം കുറച്ച് ഉപ്പിടുക. ഉപ്പ് ആവശ്യത്തിന് കേട്ടോ. സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. നമ്മൾ ആദ്യം മറ്റേ പാസ്ത വേവിച്ചപ്പോഴും അതിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. എന്നിട്ട് ലേശം മുളക് പൊടി, ലേശം എന്ന് പറഞ്ഞാൽ ഒരു 1/4 സ്പൂൺ മുളക് പൊടി കേട്ടോ. അതൊക്കെ അധികം ഇടാൻ പാടില്ല. ഈ മെയിൻ സാധനമാണ് ചില്ലി ഫ്ലേക്സ്. അത് നന്നായിട്ട് ഇടുക കേട്ടോ. അത് അവനവൻ്റെ എരിവ് വേണ്ടുന്നതനുസരിച്ച്. കാരണം ഇതൊക്കെ ഒരു മട്ടിപ്പ് വരുന്ന ഒരു ഡിഷസ് ആയതുകൊണ്ട് ഇച്ചിരി എരിവൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പം ഈ മുളകിൻ്റെ ഫ്ലേക്സൊക്കെ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ലേശം നേരത്തെ മുളക് പൊടി ഇട്ടിട്ട് 1/4 സ്പൂൺ, അതേപോലെ തന്നെ പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഓക്കെ. ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പക്ഷേ ഔട്ട്പുട്ട് നന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അത് അപ്ലോഡ് ചെയ്യാൻ കാരണം. അത് കഴിഞ്ഞിട്ട് ഒറിഗാനോ മസ്റ്റാണ്. ഇറ്റാലിയൻ ഡിഷ് ഞാൻ നേരത്തെ വീണ്ടും പറയുന്നു. ഒറിഗാനോ അതാണ് നല്ല ഫ്ലേവർ തരും. ഇതിൻ്റെ കൂടെ ചിലർക്ക് ഈ തുളസി ഇലയില്ലേ നമ്മുടെ, അത് നന്നായിട്ട് ഉണക്കി പൊടിച്ചത് അത് ഇടുന്നത് നല്ലതായിരിക്കും. എൻ്റെ കയ്യിലല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. എന്നിട്ട് അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് തക്കാളി പേസ്റ്റ്. ഈ പേസ്റ്റ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കിയ ഫുൾ തക്കാളി അതിനകത്തിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യുക. എന്നിട്ട് ആ തക്കാളിക്കകത്ത് ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡും ഒന്ന് പോന്തി വിട്ടിട്ട് വേണം അത് വേവിക്കാടാം. അപ്പോൾ എന്നിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ ഇളക്കി കളഞ്ഞിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കുക. ആ പേസ്റ്റാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞിട്ട് ലേശം കെച്ചപ്പ് കൂടുതലൊന്നും ഇടണ്ട, ഒരു കുറച്ച് മാത്രം. നേരത്തെ പറഞ്ഞില്ല, മുളക് പൊടിയുടെ ക്വാണ്ടിറ്റി പറഞ്ഞില്ല, ഒരു 1/4 സ്പൂൺ. അതുപോലെ കെച്ചപ്പ് ആഡ് ചെയ്യുക. ഇതിനകത്ത് ചിലർ ഷുഗർ ആഡ് ചെയ്യും, ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇതൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇതിനകത്ത് തക്കാളി നന്നായിട്ട് വെന്തിട്ട് എണ്ണമയം നന്നായിട്ട് പൊന്തി വരുന്ന സമയത്തേക്ക് ആ സോസേജ് അങ്ങ് മാറ്റി വയ്ക്കുക. അടുത്ത് നമ്മൾ സോസ് ഉണ്ടാക്കാൻ പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബട്ടർ ഇടുക. അതിനകത്ത് അതേപോലെ നേരത്തെ പോലെ ബട്ടർ മാത്രം ഇടുന്നവരുണ്ട്. ഞാൻ കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് സോട്ട് ചെയ്യുക.
അതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്ന ഒരു സാധനമുണ്ട്. ഇനി സൂക്ഷിച്ച് വേണം, തീയൊക്കെ വളരെ കുറച്ച് തീയേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടൊന്നും തകർക്കരുത്. നമ്മുടെ മൈദ പൗഡർ, വേണമെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കുമെന്ന് എനിക്കറിയില്ല, മൈദ പൗഡറാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കട്ടിയില്ലാണ്ട് കരിയാണ്ട് നന്നായിട്ട് അതിനകത്തേക്ക് ബ്ലെൻഡ് ചെയ്യുക. തീയൊക്കെ സിമ്മായിരിക്കണം കേട്ടോ, സിമ്മിലിട്ടിട്ടേ ചെയ്യാവൂ. എന്നിട്ട് അതിനകത്തേക്ക് 1 ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതെന്തിനാണെന്നറിയാമോ? പാല് കുറച്ചും കൂടെ വേണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ തിക്നെസ് എത്രത്തോളം വേണം അതിനനുസരിച്ച് പാൽ ആഡ് ചെയ്യണം. നന്നായിട്ട് അതങ്ങോട്ട് മിക്സ് ചെയ്യണം, നന്നായി കുഴമ്പ് രൂപത്തിലേക്ക്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം, കാരണം അതിന് ഉപ്പ് വേണമല്ലോ സോസേജിനകത്ത്. അപ്പോൾ നമ്മൾ ഓരോന്നിനും പാകത്തിനുമുള്ള ഉപ്പാണ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കരിയാണ്ട് മിക്സ് ചെയ്ത് നല്ലൊരു കുറുകുന്ന ക്രീമി ടെക്സ്ചറിലേക്ക് വന്നു. മനസ്സിലായി, കണ്ടില്ലേ? അത് ക്രീമി ടെക്സ്ചറിലേക്ക് വരുമ്പം ഭയങ്കര തിക്കാണെങ്കിൽ നിങ്ങൾ എയ്തർ പാല് തന്നെ ഒഴിക്കാം, അല്ലെങ്കിൽ ചൂടുവെള്ളം. നമുക്ക് പാലൊക്കെ കൂടുതലും ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര മട്ടിപ്പ് വരും. അപ്പം ഞാൻ തിളച്ച വെള്ളം, പച്ചവെള്ളം കോരി ഒഴിക്കരുത്, തിളച്ച വെള്ളം ഒഴിച്ച് അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവന്ന് കണ്ട ക്രീമി പരുവത്തിലേക്ക് ഇരിക്കുന്നുണ്ടല്ലേ. ഓക്കെ, എന്നിട്ട് അത് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ സോസേജ് എവിടേക്ക് ഒഴിക്കുമെന്ന് അറിയാമോ? നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നോ? അതിലേക്ക് ഇതങ്ങ് മിക്സ് ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കണം. ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. അത് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചിട്ടില്ല. ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊക്കെ, ആ ഫ്ലേവർ ഇറ്റാലിയൻ ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാനൊരു ടെസ്റ്റ് ഡോസൊക്കെ നോക്കിയായിരുന്നു. വളരെ നല്ലതായിരുന്നു. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ കണ്ടോ കളർ ചേഞ്ച് കണ്ടോ? ഇവിടെ സമയത്ത് വേണമെങ്കിൽ ഫുഡ് കളറൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. ഈ റെഡ് സോസ് പാസ്ത എന്നല്ലേ പറയുന്നത്, റെഡ് കളർ വേണ്ടിയിട്ട് എന്തെങ്കിലും കളർ ഉപയോഗിക്കാം. ഞാൻ അതൊന്നുമല്ല, ഒറിജിനലായിട്ട് ഉണ്ടാക്കുന്നത്. ഇനി നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത അതിലേക്ക് തട്ടിയിട്ട് നന്നായിട്ട് അങ്ങ് ബ്ലെൻഡ് ചെയ്യിക്കുക. ഈ പാസ്തയ്ക്ക് ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഉപ്പൊന്നും ആവശ്യമില്ല. എല്ലാത്തിനും അതാതിൻ്റെ സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആവശ്യമില്ല. നന്നായിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യുക. പരിപാടിയൊക്കെ കഴിഞ്ഞ് കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല, വലിയവർക്കും ഇഷ്ടമാണ്. ഉള്ളി തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂടോടെ അങ്ങ് ഉപയോഗിക്കണം. തണുത്ത ശേഷം ഇത് ഉപയോഗിക്കരുത്. അപ്പം നമുക്കൊരു കുറച്ച് കഴിക്കുമ്പോഴേ മട്ടിപ്പ് വരും. ചൂടോടെ കഴിച്ചാൽ കുറേ കൂടുതൽ കഴിക്കാനും തോന്നും. കാരണം ആ സോസേജിൻ്റെ ടേസ്റ്റൊക്കെ ഒന്നൊന്നരയാണ്. അതുപോലെ നിങ്ങൾക്ക് ഭയങ്കര വെള്ളം പോലെ വേണമെങ്കിൽ അതനുസരിച്ച് നേരത്തെ ഗ്രേവി ഉണ്ടാക്കുമ്പം കൂടുതലാക്കണം. എന്നിട്ട് നമ്മൾ അഡീഷണൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചീസ് ആഡ് ചെയ്യുക. ഞാൻ ഇവിടെ ചിലപ്പം ചിലർ മൂന്ന് ചീസൊക്കെ ആഡ് ചെയ്യുന്നവരുണ്ട്, 3 ചീസിൻ്റെ ഷീറ്റ്, അല്ലെങ്കിൽ മൊസറല്ല ചീസൊക്കെ ഇടുന്നവരുണ്ട്. അതൊക്കെ ഉപ്പ് കൂടുതലാണെങ്കിൽ അതനുസരിച്ച് ഇടണം. പക്ഷെ ഞാൻ ഉള്ളി 1 ചീസിൻ്റെ ഷീറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നാലാണ് കറക്റ്റ് ആവും, നമുക്ക് കറക്റ്റ് ഒരു ടേസ്റ്റിന് കഴിക്കാൻ പറ്റൂ. അല്ലാതെ കുറേ ചീസ് എടുത്തിട്ടിട്ട് അത് ഇതാക്കരുത്. ഞാൻ ഉള്ളി 1 ചീസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് നല്ല രീതിയിലേക്ക് ഇപ്പം തന്നെ എനിക്ക് വീണ്ടും കഴിക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ അന്നേരം കഴിച്ചതാണ്, എനിക്ക് സൂപ്പർ ടേസ്റ്റായിരുന്നു. ഇപ്പോൾ ഇളക്കുന്ന കാണുമ്പോൾ വീണ്ടും കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് അതെല്ലാം കൂടെ കറക്റ്റ്, എൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിരുന്നു. എന്നിട്ട് നമ്മൾ ഡെക്കറേഷന് വേണ്ടി നമ്മൾ എന്തിടും? മല്ലിയില ഇടുന്നു. മല്ലിയില ഇടാതെയും കഴിക്കാം, പക്ഷേ നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് എപ്പോഴും മല്ലിയില ഇട്ട്. കണ്ടോ, റെഡ് സോസ് പാസ്ത റെഡി ആയിട്ടില്ലേ? എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എല്ലാ ഐറ്റംസും റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് മെയിൻ തിങ്. ഓക്കേ.